നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നേരിട്ട വലിയ ചതിയെക്കുറിച്ചും തുടർന്നുണ്ടായിട്ടുള്ള സാമ്പത്തിക മാനസിക തകർച്ചകളെക്കുറിച്ചും തുടർന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഗായിക അഭിരാമി സുരേഷ്. കുറേ കാലമായിട്ട് അഭിരാമിയെക്കുറിച്ച് വലിയ വാർത്തകളും വലിയ വീഡിയോസും ഒന്നും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നില്ല. അഭിരാമി എവിടെ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ചു കാലമായിട്ട് അഭിരാമി എവിടെ എന്നുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചതോടെ അഭിരാമി തന്നെ രംഗത്ത് വന്ന് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും തൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവവും പങ്കുവെച്ച് രംഗത്ത് വരികയാണ് ഗായിക. എന്തുകൊണ്ടാണ് താൻ ഇത്രയധികം കാലം അകന്നു പോയത് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലും ഈ വർഷത്തിന്റെ തുടക്കത്തിലുമായി തൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി താൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് നടക്കാനുമുള്ള ശ്രമത്തിനിടയിൽ ആ അടിപതറി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. താൻ ഒരു വലിയ ചതിക്കുഴിയിൽ ചെന്ന് വീണു, വലിയ സാമ്പത്തിക കെണിയിലായിട്ടുണ്ട്. അങ്ങേയറ്റം വിശ്വസ്തനും മാന്യനുമായ പ്രൊഫഷണലുമായി തോന്നിച്ച ഒരാളാണ് തന്നെ ഈ കെണിയിൽ വീഴ്ത്തിയത്. ഒരു വ്യക്തിയുടെ പേരുവിവരങ്ങൾ താൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു വ്യക്തി കാരണം തൻ്റെ ജീവിതം ഇപ്പോൾ അവതാളത്തിലാണ്. നിയമപരമായ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് എന്നും ഗായിക വ്യക്തമാക്കി. എനിക്കും ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരാനുള്ള സാഹചര്യമുണ്ട്, അതുകൊണ്ടാണ് പറയാത്തത്. ഇതൊരു സ്ഥിരം രീതിയാണ് എന്നും എന്നെപ്പോലെ കൂടുതൽ ആളുകൾ ഇയാളുടെ വഞ്ചനയ്ക്ക് ഇരയായിട്ടുണ്ട് എന്നും ബോധ്യപ്പെട്ടാൽ മറ്റാരും ഇത്തരമൊരു കുഴിയിൽ വീഴാതിരിക്കാൻ താൻ തീർച്ചയായും പരസ്യമായി മുന്നോട്ട് വരുമെന്നും അഭിരാമി പറയുന്നു. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രതികരണം വന്നതോടെ ഇതൊരു പ്രണയപ്പക എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിന് മറുപടിയുമായിട്ടും ഗായിക രംഗത്ത് വരുന്നു. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താൻ പങ്കുവച്ച പോസ്റ്റ് പ്രണയ തകർച്ചയാണ് അത് എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വളച്ചൊടിക്കൽ ചെയ്യല്ലേ എന്നാണ് ഗായിക അഭിരാമി തന്നെ പറയുന്നത്. തന്നെ ചതിച്ച വ്യക്തിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും 6-7 മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതെന്നും അഭിരാമി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. പ്രൊഫഷണൽ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് സംരംഭകരെയും സംരംഭം സ്വപ്നം കാണുന്നവരെയും ബോധവൽക്കരിക്കാൻ വേണ്ടി മാത്രമാണ് താൻ രംഗത്തെത്തിയതെന്നും ഗായിക കുറിപ്പിൽ പറയുന്നു. വിഷയം പ്രണയമല്ല, ഞാൻ പരാമർശിക്കുന്ന വ്യക്തിയുമായി എനിക്ക് യാതൊരു വ്യക്തിബന്ധവുമില്ല. 6-7 മാസം മുമ്പ് ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അവരെ കാണുന്നത്. അതുകൊണ്ട് ഈ സാമ്പത്തിക തട്ടിപ്പിനെ ഒരു തകർന്ന പ്രണയകഥയായി ചിത്രീകരിച്ചു ദയവായി തെറ്റിദ്ധാരണ പരത്തരുത്. ദയവായി അത്തരം പ്രചാരങ്ങൾ അവസാനിപ്പിക്കുക. അത് പൂർണ്ണമായും തെറ്റായ കാര്യമാണ്. പ്രൊഫഷണൽ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഇത്തരം തട്ടിപ്പുകാരെ കുറിച്ച് സംരംഭകർക്കും സംരംഭ സ്വപ്നം കാണുന്ന ആളുകൾക്കുമുള്ള മുന്നറിയിപ്പാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് അഭിരാമി പറയുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബിസിനസ്സിൽ നേരിട്ട വഞ്ചനയെക്കുറിച്ച് അഭിരാമി സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പ് പങ്കുവച്ചത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: സാമ്പത്തികമായും മാനസികമായി താനാകെ തകർന്നു എന്നും തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും അവർ കുറിക്കുന്നു. ബിസിനസ് വിപുലീകരിക്കാൻ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി സമീപിച്ച വ്യക്തി ഒടുവിൽ പണം നൽകേണ്ടുന്ന ദിവസം മുങ്ങിയെന്നാണ് അഭിരാമി വെളിപ്പെടുത്തിയത്. അഭിരാമിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: സത്യത്തിന്റെയും അതിജീവനത്തിന്റെയും ഒരു തുറന്നു പറച്ചിൽ. കഴിഞ്ഞ കുറച്ചു മാസമായി പലരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ എങ്ങോട്ട് അപ്രത്യക്ഷമായി, എന്തുകൊണ്ട് ഇത്രയധികം അകന്നു എന്നുള്ളത്. മുൻപത്തെ പോലെ പൊതുവേദികളിൽ എങ്ങും വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാണ് എൻ്റെ മറുപടി. കഴിഞ്ഞ വർഷത്തിലെ അവസാനത്തിലും ഈ വർഷത്തിന്റെ തുടക്കത്തിലുമായി തൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ശ്രമിക്കുന്നതിനിടയിൽ താൻ ഒരു സാമ്പത്തിക കെണിയിൽ ചെന്നുവിടുകയായിരുന്നു. തികച്ചും വിശ്വസ്തനും മാന്യനുമായ പ്രൊഫഷണൽ ആയിട്ടുള്ള അയാളാണ് ഈ കെണിയൊരുക്കിയത്. നിയമപരമായ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. അതിനാൽ എനിക്ക് തന്നെ ചില കാര്യങ്ങൾ ഇനിയും വ്യക്തത വരുത്താനുള്ളതിനാൽ ഈ വ്യക്തിയുടെ പേര് താൻ ഇവിടെ പരാമർശിക്കുന്നില്ല. എന്നാൽ ഇത് ഇയാളുടെ ഒരു സ്ഥിരം ശൈലിയാണെന്നും എന്നെപ്പോലെ കൂടുതൽ ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ മറ്റാരും ഈ കുഴിയിൽ വീഴാതിരിക്കാൻ താൻ തീർച്ചയായും ഇത് പരസ്യമായി തുറന്നു പറയുമെന്നും അഭിരാമി പറയുന്നു. വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനെയും പോലെ ഒരു യഥാർത്ഥ അവസരമായിട്ടാണ് താൻ ഇതിനെ കണ്ടത്. വലിയ വാഗ്ദാനങ്ങളായിരുന്നു അവർ നൽകിയത്. ഒരു ബാങ്ക് ലോൺ ശരിയാക്കുന്നത് പോലെയുള്ള വളരെ കൃത്യമായിട്ടുള്ള വിശ്വസനീയമായ സമീപനം. വലിയ സ്വപ്നങ്ങളുമായി സ്വന്തം നിലയിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ എന്നെ സഹായിച്ച പ്രിയപ്പെട്ടവർക്ക് അർഹിച്ചതെല്ലാം നൽകി ബിസിനസ് കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു കാത്തിരുന്ന ഒരു വഴിത്തിരിവായാണ് ഇത് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാനത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് എനിക്ക് നൽകേണ്ടി വന്നത് വലിയൊരു തുകയാണ്. ആ വാഗ്ദാനങ്ങളുടെ പുറത്ത് ഞാൻ പലർക്കും ഉറപ്പുകൾ നൽകി. ബിസിനസ് വിപുലീകരിക്കാൻ പ്ലാൻ ചെയ്തു, ഫണ്ടുകൾ സമാഹരിച്ചു, ആളുകൾക്ക് വാക്കുകൊടുത്തു. ഈ സാമ്പത്തിക സഹായം കൃത്യമായി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്
താൻ തൻ്റെ ഭാവിയെ മുഴുവൻ ക്രമീകരിച്ചത്. എന്നാൽ കൃത്യമായി പണം കൈമാറേണ്ടി ഇരുന്ന ദിവസം ആ വ്യക്തി അപ്രത്യക്ഷൻ. പക്ഷേ അയാൾ അപ്രത്യക്ഷനായെങ്കിലും ഞാൻ മറ്റുള്ളവർക്ക് നൽകിയ ബാധ്യതകൾ അപ്രതീക്ഷിതമായില്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ പ്ലാൻ ചെയ്തതെല്ലാം ഒറ്റയടിത്ത് തകർന്നുപോയി. എൻ്റെ സാമ്പത്തികത്തെ അടിത്തറ തകർന്നു. എൻ്റെ വിശ്വാസ്യത തന്നെ തകർന്നു. പൂർണ്ണമായിട്ടുള്ള ആത്മാർത്ഥതയോടെ ഞാൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ എനിക്ക് കഴിയാതെ വന്നു. എല്ലാം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനും മുങ്ങിത്താഴാതിരിക്കാൻ പോരാടുന്നതിനുമിടയിൽ എവിടെയോ വെച്ച് ഞാൻ പൂർണ്ണമായും മാനസികമായി തകർന്നു. ഞാൻ ഫോൺ കോളുകൾക്ക് മറുപടി നൽകുന്നത് നിർത്തി. ചടങ്ങുകളിൽ പങ്കെടുക്കാതായി. എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ നിർത്തിവെച്ചു. സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷ. ആളുകളെയും അവരുടെ ചോദ്യങ്ങളെയും ഓരോ ദിവസവും നിരാശപ്പെടുത്തുന്നത് അത് എൻ്റെ ധൈര്യം ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറുകൾ പോലും ഓഫ് ചെയ്ത് വെക്കേണ്ടുന്ന അവസ്ഥ. പുറത്തുനിന്ന് കണ്ട ആളുകൾ എല്ലാം സാധാരണ നിലയിലാണ് എന്ന് കരുതി. എന്നാൽ അണിയറയിൽ ഞാൻ സമ്മർദ്ദം, ഭയം, കുറ്റബോധം, ആശങ്ക, നാണക്കേട്, കടുത്ത നിരാശ എന്നിവയോട് ഒറ്റയ്ക്ക് പോരാടുകയായിരുന്നു. ഇത് വെറുമൊരു സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നില്ല, മറിച്ച് എൻ്റെ ആഴത്തിൽ ബാധിച്ച വലിയൊരു മാനസികാഘാതമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മുൻപും ഞാൻ വേദനകളിലൂടെ പോയിട്ടുണ്ടെങ്കിലും ബിസിനസ് നേരിടുന്ന ആഘാതം തരുന്ന വേദന അത് മറ്റൊന്നാണെന്ന് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ ഉദ്ദേശം ശുദ്ധിയുണ്ടായിരുന്നിട്ടും നമ്മുടെ വിശ്വാസ്യത തകരുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നത് ഉള്ളിൽ എന്തോ ഉടച്ചു കളയുന്ന വേദനയായിരുന്നു. ഞാൻ പൂർണ്ണമായും എന്നിലേക്ക് തന്നെ ഒതുങ്ങി. ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ഞാൻ സ്വയം ഒറ്റപ്പെട്ടു. എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് എൻ്റെ കുടുംബം പോലും പതുക്കെ അത്ഭുതപ്പെടാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അത് എന്നെ കൂടുതൽ വേദനിപ്പിച്ചു. കാരണം ഞാൻ സ്നേഹിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എൻ്റെ പോരാട്ടങ്ങൾ എന്നും ഉള്ളിലൊതുക്കുന്ന ഒരാളായിരുന്നു താൻ. വാസ്തവത്തിൽ ഈ ഘട്ടത്തിൽ പല കാര്യങ്ങളിൽ ഞാൻ എപ്പോഴും അവരോട് പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടില്ല എന്താണ് സംഭവിച്ചതെന്ന്. എല്ലാം എനിക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു. എൻ്റെ ജീവിതം തകിടം മറിച്ച് എങ്ങോട്ടോ മറഞ്ഞുപോയ ആ വ്യക്തിക്ക് പിന്നാലെ ഉത്തരങ്ങൾക്കും പ്രതീക്ഷകൾക്കും വേണ്ടി ഞാൻ നിരന്തരം ഓടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പതുക്കെ ഞാൻ പോലും അറിയാതെ ഞാൻ എന്നിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമാകുകയായിരുന്നു. ഒരു തെറ്റായ തീരുമാനത്തിനും ഒരൊറ്റ വ്യക്തിക്കും ഒരു വ്യാജ വാഗ്ദാനത്തിനും വർഷങ്ങളുടെ കഠിനാധ്വാനത്തെയും വിശ്വാസത്തെയും സുരക്ഷിതത്വത്തെയും എങ്ങനെയാണ് ഇത്രയധികം തകിടം മറിക്കാൻ കഴിയുക എന്ന് ആലോചിച്ച് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഈ ഇരുട്ടിന് നടുവിലും ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി. വേദനകൾ വളരെ കാലം ഒളിപ്പിച്ചു വെച്ചാൽ അതില്ലാതാവില്ല, അത് നമ്മളെ പതുക്കെ തിന്നു തീർക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ തീരുമാനിച്ചത്. ഞാൻ ദുർബലയായതുകൊണ്ടല്ല, മറിച്ച് ഒളിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ധൈര്യം ഞാൻ ഒടുവിൽ സംഭരിച്ചത് കൊണ്ടാണ്. എന്നിട്ടും എന്നെ രക്ഷിച്ചത് എൻ്റെ കർമ്മവും എൻ്റെ തൊഴിൽ സംസ്കാരവും എൻ്റെ സ്വപ്നങ്ങളുമായി വർഷങ്ങളോളം ഞാൻ ഒഴുക്കിയ ആത്മാർത്ഥമായ പരിശ്രമവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഈ കൊടുങ്കാറ്റിനിടയിലും ഞാനൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, മനോഹരമായി അത് പച്ച പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ തർക്കങ്ങൾക്കും ഇരുട്ടിനുമിടയിൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജീവിതം എന്നെ ഓർമ്മിപ്പിച്ചു. പതുക്കെ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നു. പതുക്കെ ഞാൻ എടുക്കുകയാണ്. പതുക്കെ ഞാൻ വീണ്ടും ഞാനായി മാറുന്നുണ്ട്. ഈ പോസ്റ്റ് ആരുടെയും സഹതാപത്തിന് വേണ്ടിയല്ല, ഇതൊരു സത്യപ്രസ്താവനയാണ്. അതിലൊരു വഴിയായിട്ട് ഇതിൻ്റെ അതിജീവനത്തിൻ്റെ പ്രഖ്യാപനമാണ്. സ്വപ്ന ജീവിതങ്ങൾക്ക് പിന്നാലെ പായുന്നവരോട്, പ്രത്യേകിച്ച് യുവ സംരംഭകരോട്, സ്വന്തം നിലയിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: വിജയം എപ്പോഴും ഗ്ലാമറുള്ള ഒന്നല്ല. വിജയം എത്ര വലുതാണോ അത്രത്തോളം കഠിനമായിരിക്കും പരീക്ഷണം. നല്ല വാക്കുകളോടും പ്രൊഫഷണൽ രേഖകളോടും മികച്ച വാഗ്ദാനങ്ങളോടും നിങ്ങളെ സമീപിക്കുന്ന എല്ലാവരും നല്ല ഉദ്ദേശക്കാരായിരിക്കില്ല. ഈ ലോകത്ത് വൈകാരികമായി ചൂഷണം ചെയ്യുന്നവരുണ്ട്, സാമ്പത്തികപരമായിട്ട് ഇരപിടിക്കുന്നവരുമുണ്ട്. ദയവായി സ്വയം സൂക്ഷിക്കുക. എന്നെ ഈ അവസ്ഥയിലാക്കിയ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത്, ഓരോ സംരംഭകൻ്റെയും സ്വപ്നങ്ങൾക്ക് പിന്നിൽ ഉത്തരവാദിത്തങ്ങളും വികാരങ്ങളും സമ്മർദ്ദങ്ങളും കുടുംബവും വർഷങ്ങളുടെ കഠിനാധ്വാനവും ഒരു യഥാർത്ഥ മനുഷ്യനുണ്ട് എന്ന് ദയവായി മനസ്സിലാക്കുക. നിങ്ങൾ ഈ സാഹചര്യത്തിൽ നിന്ന് അപ്രതീക്ഷിതനായിട്ടുണ്ടാകാം, പക്ഷേ മറ്റൊരു ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയുള്ള ഒരു കൊടുങ്കാറ്റുണ്ടാക്കി എന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. നാളെ ഒരു ദിവസം സ്വന്തം നിലയിൽ വളരാനും സ്വപ്നങ്ങൾ കീഴടക്കാനും ആഗ്രഹിക്കുന്ന അമ്മമാരും സഹോദരിമാരും ബന്ധുക്കളും സ്ത്രീകളും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകാം. ഞാൻ കടന്നുപോയ തരത്തിലുള്ള മാനസികവും വൈകാരികവും സാമ്പത്തികവുമായ തകർച്ചയിലൂടെ മറ്റൊരാൾ അവരെ കടത്തിവിടാതിരിക്കാൻ ഇരിക്കട്ടെ. അങ്ങനെയൊന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിത്വം പരസ്യമാക്കാതിരിക്കുന്നത് ഓരോ വ്യക്തിക്കും ഒരു കുടുംബമുണ്ട് എന്നുള്ള എൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണെന്ന് അഭിരാമി കുറിക്കുന്നു.